വർഷം 1928. കൃത്യമായി പറഞ്ഞാൽ 1928 സെപ്റ്റംബർ 20 ഈ ദിവസമാണ് മഹാനായ ശ്രീനാരായണ ഗുരുസ്വാമികൾ സമാധിയായി എന്ന് വിശ്വസിക്കപ്പെടുന്നത്. ഈ കഴിഞ്ഞ 9 നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമികൾ സമാധിയായി എന്ന അവകാശവാദവുമായി അദ്ദേഹത്തിൻ്റെ കുടുംബം എത്തുകയാണ്. ഇതേ തുടർന്ന് സമാധി എന്നത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമായി മാറുകയാണ് ഇന്ന് കേരളത്തിൽ. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഉയർന്ന ചോദ്യം എന്താണ് സമാധി എന്നതായിരിക്കും. എൻ്റർടൈൻമെൻറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ കാണുവാൻ പോകുന്നത് എന്താണ് സമാധി എന്നതും നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയുടെ സമാധിയെക്കുറിച്ചുമാണ്. അപ്പോൾ നമുക്ക് വീഡിയോ തുടരാം. ആദ്യമായി നമുക്ക് സമാധി എന്നാൽ എന്താണ് എന്ന് പരിശോധിക്കാം. സമാധി എന്ന വാക്കിനെ നമുക്ക് രണ്ടായി പിരിക്കാൻ സാധിക്കും. സമ പ്ലസ് ധി. സമ എന്ന വാക്കിൻ്റെ അർത്ഥം സമചിത്തത എന്നും ധി എന്ന വാക്കിൻ്റെ അർത്ഥം ബുദ്ധി എന്നുമാണ്. അതായത് സമാധി എന്നാൽ ഒരുവൻ ബുദ്ധിയുടെ സമചിത്തതയിൽ എത്തിച്ചേരുന്ന അവസ്ഥയാണ്, അല്ലെങ്കിൽ ബുദ്ധിയെ സമചിത്തതയിൽ എത്തിക്കുന്ന അവസ്ഥ. ഇത് മഹാന്മാരായ യോഗികൾക്കും ഋഷികൾക്കും സാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. മഹാന്മാരായ ഋഷികളും യോഗികളും 400-500 വർഷങ്ങളായി സമാധിയിൽ ഇരിക്കുന്ന അവസ്ഥയുണ്ട് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. സമാധിയെക്കുറിച്ച് കൂടുതൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സമാധി എന്നാൽ ഒരു സ്വർഗീയ ആനന്ദമാണ്. അതായത് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത വിധം ആനന്ദം കൈവരിക്കുന്ന ഒരവസ്ഥയാണ്. ലോകത്തിലുള്ള എല്ലാ സുഖങ്ങളും വെടിഞ്ഞ് സ്പിരിച്വൽ ലൈഫിൽ പോകുന്ന ഒരു മുനിമാർക്ക് അല്ലെങ്കിൽ സ്വാമിമാർക്ക് യോഗിമാർക്കൊക്കെ സാധിക്കുന്ന ഒരു കാര്യമാണ് സമാധി എന്നുള്ളത്. ഈ സമാധിയെക്കുറിച്ച് കുറച്ചുകൂടെ നന്നായി നമ്മൾ മനസ്സിലാക്കുമ്പോൾ സമാധിക്ക് 8 തലങ്ങളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഈ 8 തലങ്ങളിൽ ഏറ്റവും മഹോന്നതമായ അല്ലെങ്കിൽ ഏറ്റവും പരമോന്നതമായ തലമാണ് മഹാസമാധി എന്നുള്ളത്. ഇവിടെയാണ് സ്വർഗീയാനന്ദം ഒരുവന് ദർശിക്കാനാകുക. അപ്പോൾ ഇത് സ്പിരിച്വലി നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ലോകത്തിൻ്റെ ഭാഗത്തു നിന്ന് ലോജിക്കലായി ചിന്തിച്ചാൽ ഒരിക്കലും മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു വിഷയം കൂടിയാണ്. അപ്പോൾ നമ്മൾ സ്പിരിച്വലി അല്ലെങ്കിൽ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് മാത്രം ചിന്തിക്കേണ്ട ഒരു സംഗതിയാണ് സമാധി എന്നുള്ളത്. ഇത് യോഗികൾക്കും മുനിമാർക്കും ഋഷിമാർക്കൊക്കെ സാധ്യമാകുന്ന ഒരവസ്ഥയാണ് എന്നാണ് പറയുന്നത്. ആത്മാവിനെ ഫോക്കസ് ചെയ്ത് അല്ലെങ്കിൽ ജീവനെ ഫോക്കസ് ചെയ്ത് ലോകത്തിലുള്ള മറ്റ് ബോഡിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും മറന്ന് ആ ധ്യാനത്തിൽ ഏർപ്പെടുന്ന അല്ലെങ്കിൽ ആ ധ്യാനത്തിലായി അങ്ങനെ പോകുന്ന ഒരവസ്ഥയാണ് സമാധി. ഈ സമാധിയിൽ എത്തിച്ചേർന്ന ശേഷം ഒരുവന് തിരിച്ചു വരാൻ സാധിക്കുമെന്നും ഇവർ വിശ്വസിക്കുന്നുണ്ട്. അതായത് സമാധിയിൽ എത്തിയ ഒരാൾക്ക് തൻ്റെ ബോധം ഉപയോഗിച്ച് തിരിച്ച് ജീവിതത്തിലേക്ക് സാധാരണ പോലെ മടങ്ങി വരാൻ സാധിക്കും. പക്ഷേ ഈ സമാധിയിൽ എത്തിച്ചേർന്ന ഭൂരിഭാഗം ആൾക്കാരും അല്ലെങ്കിൽ ഭൂരിഭാഗം ഋഷിമാരും മുനിമാരും ആ സമാധിയിൽ തന്നെ തുടരുകയാണ് ചെയ്യുന്നത്. അവർ ഒരിക്കലും ജീവിതത്തിലേക്ക് തിരിച്ചു വരാറില്ല എന്നും ഇവർ വിശ്വസിക്കപ്പെടുന്നു. അപ്പോൾ ഇങ്ങനെയാണ് സമാധിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ. അപ്പോൾ സമാധിയെക്കുറിച്ച് ഏതാണ്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഏറ്റവും ലളിതമായ രീതിയിൽ ഗോപൻ സ്വാമിയുടെ സമാധിയെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ആരായിരുന്നു ഗോപൻ സ്വാമി? ഗോപൻ സ്വാമി എന്ന പേര് സ്വീകരിക്കുന്നതിന് മുൻപ് ഇദ്ദേഹത്തിൻ്റെ പേര് മണിയൻ എന്നായിരുന്നുവെന്നും ഇദ്ദേഹത്തിൻ്റെ തൊഴിൽ ചുമട്ടുതൊഴിൽ ആയിരുന്നുവെന്നുമാണ് പറയപ്പെടുന്നത്. അങ്ങനെ ചുമട്ടുതൊഴിലാളിയായി കുറേ കാലങ്ങൾക്ക് ശേഷം മണിയൻ ആത്മീയ പാതയിലേക്ക് കടന്നു വരികയാണ്. അങ്ങനെ ഇദ്ദേഹം ഗോപൻ സ്വാമിയായി മാറുകയും ഇദ്ദേഹത്തിൻ്റെ വീടിനടുത്തായി ഒരു ക്ഷേത്രമൊക്കെ തുടങ്ങുകയും ആ ക്ഷേത്രത്തിൽ ഇദ്ദേഹം ആചാരാനുഷ്ഠാനങ്ങളും കർമ്മങ്ങളും ഒക്കെ ചെയ്ത് സ്വാമിയായി ജീവിക്കുകയും ചെയ്യുകയാണ്. ഇനി ഗോപൻ സ്വാമിയുടെ കുടുംബത്തിലേക്ക് വരുമ്പോൾ ഇദ്ദേഹത്തിന് ഒരു ഭാര്യയും 2 മക്കളുമാണുള്ളത്. ഇതിൽ ഒരു മകൻ ഇദ്ദേഹത്തെ പോലെ തന്നെ പോറ്റിയായി അല്ലെങ്കിൽ സ്വാമിയായാണ് ജീവിക്കുന്നത്. അങ്ങനെ ഇരിക്കെയാണ് ഈ കഴിഞ്ഞ 9 ഗോപൻ സ്വാമി സമാധിയായി എന്ന അവകാശവാദവുമായി ഈ കുടുംബം രംഗത്ത് വരുന്നത്. ഈ അവകാശവാദത്തോടൊപ്പം ഗോപൻ സ്വാമിയുടെ സമാധി മണ്ഡപവും ഗോപൻ സ്വാമി സമാധിയായി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ബാനറുമൊക്കെ കുടുംബം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അങ്ങനെ ഇതിൽ സംശയം തോന്നിയ നാട്ടുകാർ ഗോപൻ സ്വാമിയെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോലീസിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്യുകയാണ്. ഇതേ തുടർന്ന് കളക്ടറിൻ്റെ അനുമതിയുമായി പോലീസ് ഗോപൻ സ്വാമിയുടെ സമാധി മണ്ഡപത്തിലേക്ക് വരികയാണ്. അതായത് ഈ ഗോപൻ സ്വാമിയുടെ സമാധി മണ്ഡപം സ്ഥിതി ചെയ്യുന്നത് ഇദ്ദേഹത്തിന് വീടിന് അടുത്ത് തന്നെയാണ്. അങ്ങനെ പോലീസ് അവിടെ എത്തി ഈ സമാധി മണ്ഡപം പൊളിച്ച് ഗോപൻ സ്വാമിയുടെ ബോഡി അതിലുണ്ടെങ്കിൽ അത് പുറത്തെടുത്ത് അത് പോസ്റ്റ്മോർട്ടം ചെയ്ത് അങ്ങനെയാണ് ഗോപൻ സ്വാമി മരിച്ചത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, ഈ ലക്ഷ്യത്തോടെയാണ് പോലീസ് ആ സ്ഥലത്തേക്ക് വരുന്നത്. എന്നിരുന്നാലും ഈ കുടുംബം ഈ സമാധി മണ്ഡപത്തെ തൊടാൻ സമ്മതിക്കുന്നില്ല. കാരണം അവർ പറയുന്നത് ഇത് വളരെ വിശുദ്ധമായ ഒരു സ്ഥലമാണ്, ഇതിൽ തൊട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത് പൊളിച്ചു കഴിഞ്ഞാൽ
ഇത് സമാധിയെ ബാധിക്കും, അല്ലെങ്കിൽ ഈ സമാധിയെ അശുദ്ധമാക്കും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞ്, അല്ലെങ്കിൽ തങ്ങളുടെ വിശ്വാസത്തെ ഇത് വികലമാക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഈ ഗോപൻ സ്വാമിയുടെ സമാധി പൊളിക്കാൻ പോലീസിനെ കൊണ്ട് സമ്മതിക്കുന്നില്ല. അങ്ങനെ വളരെ ശക്തമായി ഈ കുടുംബം പ്രൊട്ടസ്റ്റ് ചെയ്യുകയും ഇതിനെ അനുകൂലിച്ച് കുറേ നാട്ടുകാർ മുന്നോട്ട് വരികയും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാൽ ഈ പോലീസ് തങ്ങളുടെ ഉദ്യമം മതിയാക്കി പോവുകയാണ്. അതായത് സബ് കളക്ടറൊക്കെ അവിടെ വരുന്നുണ്ട്, എന്നാൽ ഇതൊന്നും പൊളിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ പോലീസ് പിൻവാങ്ങുകയാണ്. പക്ഷേ കുറേ ഈ പരാതി കൊടുത്ത നാട്ടുകാർ പറയുന്നത് ഗോപൻ സ്വാമി രോഗശൈലിയിലായിരുന്നു, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് ഇങ്ങനെ നടക്കാൻ സാധിക്കില്ലായിരുന്നു, ഇദ്ദേഹത്തിന് എന്ത് പറ്റിയെന്ന് അറിയണം. ആയതിനാൽ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഈ സമാധി മണ്ഡപം പൊളിച്ച് ഇതിലെന്താണ് നടന്നത്, ഇദ്ദേഹത്തെ പോസ്റ്റ്മോർട്ടം ചെയ്ത് എങ്ങനെയാണ് ഇദ്ദേഹം മരണപ്പെട്ടതെന്ന് പഠിക്കണം, അല്ലെങ്കിൽ മനസ്സിലാക്കണമെന്ന ഒരു സ്റ്റാൻഡുമായിട്ടാണ് ഈ നാട്ടുകാർ നിൽക്കുന്നത്. എന്നാൽ കുടുംബം പറയുന്നത് ഇങ്ങനെയാണ്: ഗോപൻ സ്വാമി സമാധിയാകുന്നു എന്ന സത്യം ഗോപൻ സ്വാമിക്ക് നേരത്തെ അറിയാമായിരുന്നുവെന്നും സമാധിയാകുന്നതിന് 2 ദിവസം മുൻപ് അദ്ദേഹത്തിൻ്റെ ഭാര്യയോടും മക്കളോടും താൻ സമാധിയാൻ പോകുന്നുണ്ട് എന്ന് പറയുകയും ഈ സമാധിക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ഇദ്ദേഹം തന്നെ തുടങ്ങി വയ്ക്കുകയും ചെയ്തിരുന്നു എന്നാണ്. അതായത് ഇദ്ദേഹം സമാധിയായത് 9-ാം തീയതിയാണ്. ആ 9-ാം തീയതി 11:30 ഇദ്ദേഹം സാധാരണ പോലെ പ്രഷറിൻ്റെ ഗുളികയൊക്കെ കഴിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം പ്രഷറിൻ്റെ ഗുളികയൊക്കെ കഴിച്ചതിന് ശേഷം ഈ സമാധി മണ്ഡപത്തിലേക്ക് 11:30 എത്തുകയും പ്രധാനമായും ഇദ്ദേഹത്തിൻ്റെ ആ സ്വാമിയായിട്ടുള്ള, അല്ലെങ്കിൽ പോറ്റിയായിട്ടുള്ള മകനും ആ മകനോടൊപ്പം അവിടെ ചെല്ലുകയും അവിടെ ഇദ്ദേഹം സമാധി ഇരിക്കുകയും അങ്ങനെ ഈ സമാധിയുടെ കർമ്മങ്ങൾ അവസാനിക്കുന്നത് പിറ്റേ ദിവസം പുലർച്ചെ 3:30 കൂടിയാണ്. ഇങ്ങനെയാണ് കുടുംബം പറയുന്നത്. അതായത് ഈ സമാധി ഇദ്ദേഹത്തിന് നേരത്തെ ഈ ദിവസം നിശ്ചയമുണ്ടായിരുന്നുവെന്നും ഈ സമാധി മണ്ഡപത്തിന് വേണ്ടിയുള്ള പണികൾ ഇദ്ദേഹം തുടങ്ങുകയും അങ്ങനെ ഇദ്ദേഹം ഇതെല്ലാം മുൻകൂട്ടി കണ്ട് നേരത്തെ പ്ലാൻ ചെയ്ത്, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് അങ്ങനെ ഒരു വെളിപാട് ലഭിച്ച് അങ്ങനെ സമാധിയായത് ആണ് എന്നാണ് കുടുംബം അവകാശപ്പെടുന്നത്. അപ്പം ഈ അവകാശവാദത്തെയാണ് നാട്ടുകാർ ചോദ്യം ചെയ്യുന്നത്. അങ്ങനെ മാൻ മിസ്സിംഗ് കേസ് എന്നുള്ള നിലയ്ക്കാണ് നാട്ടുകാർ പരാതിപ്പെടുന്നത്. അപ്പോൾ ഇവിടെയുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഗോപൻ സ്വാമി അന്ന് സമാധിയായ ദിവസം രാവിലെ ഗോപൻ സ്വാമിയെ ഇദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ സന്ദർശിച്ചിരുന്നുവെന്നും ഈ ബന്ധുക്കൾ സന്ദർശിച്ചപ്പോൾ ഇദ്ദേഹം രോഗശൈലിയിലായിരുന്നുവെന്നും ഒക്കെയാണ് ബന്ധുക്കൾ പറയുന്നത്. ഇങ്ങനെ പരസ്പര വിരുദ്ധമായ പല മൊഴികളുമാണ് പോലീസിനെ ഇപ്പോൾ ആശയക്കുഴപ്പത്തിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ദുരൂഹതയുണ്ട് എന്നാണ് പോലീസ് അവകാശപ്പെടുന്നത്. ആയതിനാൽ തന്നെ ഇത് എത്രയും പെട്ടെന്ന് പൊളിച്ച് പരിശോധിക്കണം, അദ്ദേഹത്തെ പോസ്റ്റ്മോർട്ടം ചെയ്ത് അദ്ദേഹം എങ്ങനെയാണ് മരിച്ചത് എന്ന് അറിയണമെന്നാണ് പോലീസുകാർ പറയുന്നത്. എന്നാൽ നാട്ടുകാർ 2 പക്ഷത്ത് ചേരുന്നുണ്ട്. അതായത് കുറേ പേർ ഇത് പൊളിക്കാൻ സമ്മതിക്കില്ല, ഇത് തങ്ങളുടെ വിശ്വാസത്തെ വികലമാക്കുമെന്ന് പറയുമ്പോൾ മറ്റുള്ളവർ പറയുന്നത് ഗോപൻ സ്വാമിക്ക് എന്താണ് സംഭവിച്ചത് എന്ന് അറിയാൻ തങ്ങൾക്ക് താല്പര്യമുണ്ട്. ആയതിനാൽ തന്നെ ഇത് എത്രയും പെട്ടെന്ന് പൊളിച്ച് ഇദ്ദേഹത്തിൻ്റെ ബോഡി പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്ത് ഇദ്ദേഹം എങ്ങനെയാണ് മരിച്ചത് എന്നറിയണമെന്നാണ്. എന്നാൽ ഈ കുടുംബം ഒരിക്കലും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. അവർ പറയുന്നത് ചില കർമ്മങ്ങളൊക്കെ ചെയ്യാനുണ്ട്, ആയതിനാൽ തന്നെ ഇത് പൊളിച്ച് ഈ സമാധിയെ ഡിസ്റ്റർബ് ചെയ്യാൻ, അല്ലെങ്കിൽ അശുദ്ധമാക്കാൻ സാധിക്കില്ല, ഇത് തങ്ങളുടെ വിശ്വാസത്തിനെതിരാണ്, ഇങ്ങനെയൊക്കെയാണ് കുടുംബം പറയുന്നത്. അങ്ങനെ വളരെ വിചിത്രമായ, അല്ലെങ്കിൽ വളരെ അപൂർവമായ ഒരു സംഭവത്തിനാണ് കേരളം വേദിയായിരിക്കുന്നത്. കാരണം സമാധിയായി എന്നാണ് കുടുംബം പറയുന്നത്. എന്നാൽ നാട്ടുകാരിൽ ചിലർ പറയുന്നത് ഇദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചതെന്ന് അറിയണം, ഇദ്ദേഹം മിസ്സിംഗ് ആണ് എന്ന രീതിയിലാണ്. അപ്പോൾ എന്താണെങ്കിലും ഇനിയുള്ള നടപടികൾ നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ്. എന്താണെങ്കിലും കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വിചിത്രമായ, അപൂർവമായ ഒരു കേസാണിത്. ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ വിചിത്രമായ ഒരു കേസ്, അല്ലെങ്കിൽ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന കൗതുകകരമായ ഒരു കേസ് എങ്ങനെ അവസാനിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇനി ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞ അറിവുകൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന ലിമിറ്റഡ് സോഴ്സസിൽ നിന്നുമാണ്. അതായത് മീഡിയയിൽ നിന്നും, അതുപോലെ തന്നെ ഈ കുടുംബം മീഡിയയോട് പറഞ്ഞ കാര്യങ്ങളുടെ ബേസിലാണ്. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കണമെങ്കിൽ ഈ കേസിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങേണ്ടതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് സമാധിയെക്കുറിച്ചും നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയുടെ സമാധിയെക്കുറിച്ചും കൂടുതൽ മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഇതുപോലുള്ള മറ്റു വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്.